ഹലോ, ലിസ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. 2 നേന്ത്രക്കായ കൊണ്ട് ഒരു ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഈ ഒഴിച്ചുകറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരമൊന്നും ഇടാണ്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പോൾ നാളികേരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് നാളികേരം ഇടാണ്ട് ഇത് ഉപയോഗിക്കാം, ഈ കറി ഉണ്ടാക്കാം. നാളികേരം ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ്. അതാണ് ചോറിനാണ് ശരിക്കും മാച്ച് ആവാട്ടോ. മറ്റ് സംഭവങ്ങൾക്ക് അത്ര മാച്ച് ആവില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ചോറിനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ പറ്റുള്ളൂ, മറ്റേ അത്ര ഇത് സിംഗല്ല. പക്ഷെ ഇതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും പ്രിപ്പയർ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഏത്തക്കായ പുളിങ്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു പേരിട്ട് വിളിക്കാമെന്ന് മാത്രം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഏത്തക്കായ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കയ്യമ്മ കറയാവാണ്ടിരിക്കാൻ വേണ്ടി ഇത്തിരി ഉപ്പ് വരട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കായ നുറുക്കിയിടാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഇത് നന്നായി കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, സ്വല്പം മഞ്ഞളും, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 5 വിസിലടിച്ചോട്ടെ. നമ്മൾ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഇതൊന്ന് നന്നായി വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. അത് നേരത്തെ തന്നെ കുതിർത്തി വെച്ചാൽ നന്നായി, അത് ഇത്തിരി കൂടുതൽ വെള്ളത്തിൽ തന്നെ കുതിർത്തി വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കായ വേവുമ്പോൾ പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഈ പുളിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും വിരോധമില്ല. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഒരു 5 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്നു നോക്കാം. കുറച്ച് നേരമായി. മെയിനായിട്ട് നന്നായിട്ട് വേവാന്നുള്ളതാണ്. കായ നന്നായിട്ട് വേവണം. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഓട്ടച്ച് ഇങ്ങനെ, അതായത് കുറച്ചൊക്കെ ഒന്ന് ഉടയാം കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഉടയണ്ട, ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചൊന്നു ഫുള്ളായിട്ട് ഉടയണ്ട, കുറച്ച് പീസുകളൊക്കെ വേണം. എന്നാൽ ഇത്തിരി നന്നായിട്ട് ഉടയും. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും കോക്കനട്ട് ചേർക്കുന്നില്ലല്ലോ, അപ്പം അതിനൊരു കട്ടി കിട്ടും. ഇനി അത് നമുക്ക് ഈ കുക്കറൊന്ന് മാറ്റി വെക്കാം. നമ്മൾ കറി ഉണ്ടാക്കണ പാത്രം അടുത്തിട്ട് വയ്ക്കാം. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതായത് നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഒരു 10-15 എണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിൽ വഴറ്റിയെടുക്കണം. അതിനുള്ള വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. മുഴുവനോടെ ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അരയ്ക്കണം, അതുകൊണ്ട് ഇപ്പോൾ അരിഞ്ഞിടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ സവാള ഇട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാണ് ചെറിയ ഉള്ളി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി വഴന്നൊന്ന് ട്രാൻസ്ലൂസൻറ്റ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ടേബിൾ സ്പൂൺ കണക്കിലാണ് കേട്ടോ പറയുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. അതായത് പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കേട്ടോ ഉള്ളിയും മുളകും മല്ലിയും കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു. ഇനി നമ്മൾ വീണ്ടും നമ്മൾ കറി വയ്ക്കാൻ പോണ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ കായ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും ഈ കറി. അത് കുറച്ച് നേരം ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും പിന്നെയും തിക്നെസ് ആയി വരും. അതാണല്ലോ കായയുടെ ഒരു പ്രത്യേകത. അതിന് മുമ്പ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ പുളി പിഴിഞ്ഞ വെള്ളം, അപ്പം നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചുല്ലോ. ഇനി മിക്സിയുടെ കപ്പും ഒന്ന് കഴുകി നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ചത്, ഇതൊരു 1/4 ടീസ്പൂണാണ്, അത് ആഡ് ചെയ്യാം. ശർക്കര ഉണ്ടല്ലോ, ശർക്കരയുടെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ ചിലപ്പോൾ കിട്ടുന്നത്, അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് താത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, അത് ഏറ്റവും കുറവ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴേ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇളക്കി. അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് കാച്ചിട്ടാൽ മതി. അല്ല, 10 മിനിറ്റ് ആവണം. ആയിട്ട് കാച്ചിടണം. അതിന് വേണ്ട അതിന് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കുറച്ച്. അതായത് വെറുതെ കാച്ചിടുന്ന പോലെയല്ല, ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാത്രം വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് അല്ല അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം കേട്ടോ. ചൂടാവുന്നുണ്ട് വേഗം, ഈ പാത്രം ആയതുകൊണ്ട്. കടുക് പൊട്ടിച്ചോ. കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ സാരില്ല. പിന്നെ വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക്. ഒപ്പം തന്നെ ചെറിയ ഉള്ളി ഒരു 4 മതി. 4 ചെറുതായിട്ട് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇത് ഇനിയും പൊടിക്കൈ കേട്ടോ. ഇതിലവിടെ അവസാനിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം പൊടിക്കൈ. അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിന്നോളൂ. അടുത്ത ചെയ്യാൻ പോകുന്നതാണ് മെയിൻ ഘടകം, ഈ കൂട്ടാനം മാറ്റി മറിക്കണ ഒരു സംഭവം, പ്രതിഭാസം.
ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. വേപ്പിലേക്ക് ഒന്ന് അറിയാണ്ട് നോക്കിയോ. എനിക്ക് പറഞ്ഞ പോലെ ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി അങ്ങോട്ട് ഇടുമ്പോൾ ഒരു ടെൻഷനാണ്. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും രണ്ടിൻ്റെയും ആ ഒരു വറവ് വ്യത്യാസം ഉണ്ടല്ലോ. ഒരുവിധം അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. മതി മതി ഇടാം. ആ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാം. അയ്യോ താ സൂക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അതാണ് ഞാൻ പറഞ്ഞ പൊടിക്കൈ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇടണം, കൂട്ടാൻ്റെ മുകളിൽ. അപ്പം ഇങ്ങനെ ആക്കി ഞാനേ അത് കാണിച്ചു തരാം. എൻ്റെ അല്ല ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഏത്തക്ക പുളി കറി അല്ലേ, ഏത്തക്ക നല്ല ടേസ്റ്റാ. റെഡി. അതിൻ്റെ ഉഗ്രനാണ്. എനിക്ക് ചോറിൻ്റെ ഒപ്പം വെരി ഗുഡ്. ഞങ്ങൾ ചപ്പാത്തിയുടെ ഒപ്പം ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. എന്നിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്ക് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.